കോഴിക്കോട് നാദാപുരം പാറക്കടവിൽ മദ്രസ വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം. നായ പാഞ്ഞെടുത്തെങ്കിലും കടിയേൽക്കാതെ തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന കുട്ടിക്ക് നേരെയാണ് തെരുവുനായ പാഞ്ഞെടുത്തത്. തലനാരയൊക്കെയാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത്. റോഡിലേക്ക് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ വേണ്ടി ഒരു വീട്ടമ്മ റോഡിലേക്ക് ഇറങ്ങി വന്നിരുന്നു. ആ വീട്ടമ്മ ഉള്ളത് കൊണ്ടാണ് കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. തൊട്ടു മുന്നിൽ ഒരു സ്കൂൾ ബസ്സും പോകുന്നത് കാണാം. നിരന്തരം കുട്ടികളും വലിയ പുലർച്ചെ ആളുകളൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. ആ ഭാഗത്തൊക്കെ തെരുവുനായ ശല്യം. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ബാക്കി എന്താ പറയാ, നടിമാരെ കാര്യം, നടന്മാരെ കാര്യം, ബാക്കി എല്ലാ കാര്യത്തിനും ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട്. ആ മോളറ്റ് ആ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് ചോദിക്കുക. നിങ്ങളെ വീട്ടിലുണ്ടാവില്ല മക്കളൊക്കെ ഇതേമാതിരി മദ്രസയിലും ഇവിടെയൊക്കെ പോകുന്ന രാവിലെ. ഇനിയിപ്പോൾ പട്ടിന് എന്തെങ്കിലും ചെയ്താൽ 100 ആൾക്കാർ ചോദിക്കാൻ വരും. ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ അനുഭവിക്കണ്ടേ, അതിൻ്റെ വീട്ടുകാരെ അനുഭവിക്കണ്ടേ. ഈ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ഇവിടുന്ന് കുണക്കണമല്ല, അവിടെ നിന്നും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പറയും അത് പിന്നെ വേറെ പല പല ടീമുകൾ വരാൻ തുടങ്ങും. പട്ടിനെ സംരക്ഷിക്കുന്ന ടീം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിപ്പോവും. അതുകൊണ്ടാണ് എന്തെങ്കിലും ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും. എന്നൊക്കെ കായ്മ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് കീറുന്ന സൈസ് സാധനമായിരിക്കും. എന്തായാലും ആ ഉമ്മയും ആ ഡ്രൈവറും വന്നുകൊണ്ട് കഴിച്ചില്ലായതാണ്. വേറെ എന്താ പറയാ.